മെക്കാനിക് കോഴ്സ് ഒരു മാസം കൊണ്ട് ഫ്രീ ആയിട്ട് അതും വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പഠിക്കാവുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. 2 വീലർ മെക്കാനിക് കോഴ്സ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 70ഓളം കോഴ്സുകൾ നമുക്ക് കേരളത്തിൽ പഠിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ എന്തായാലും പിന്നീട് പറയാം. അപ്പം നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ഈ ഒരു 2 വീലർ മെക്കാനിക് കോഴ്സിന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കറന്റ് ഇവർ 3 ബാച്ചാണ് ഇവിടെ ഈ ഒരു കോഴ്സിന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന കുറച്ച് പേര് ഈ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ജോലിയൊന്നും കിട്ടാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് ഇവർ തരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇവർ കോഴ്സ് ഓഫർ ചെയ്യുക മാത്രമല്ല, ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു സംരംഭം എങ്ങനെ തുടങ്ങി അതിനെ വിജയിപ്പിക്കാം, ഈവൻ നമുക്ക് വായ്പ എടുക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കോഴ്സസ് ആണ്. NCVT സർട്ടിഫിക്കറ്റ് ലെവൽ 4 ആണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ കുറേ അധികം അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഫ്രീ ആയിട്ട് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് ജസ്റ്റ് വന്ന് പഠിക്കാനുള്ള ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ നോക്കാം. ഈ ഒരു ചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ക്ലാസ് എത്ര ദിവസമായി? എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ് ഒക്കെ? ക്ലാസ് അടിപൊളി ക്ലാസ് ആണ്. എന്നൊക്കെ പഠിച്ചു? എഞ്ചിൻ കാർബറേറ്റർ പഠിച്ചു, ക്ലച്ച് അസംബ്ലി പഠിച്ചു, ബാക്കിയുള്ള അയച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഉണ്ട് കുറച്ച് പേർക്കെങ്കിലും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഈ 30 ദിവസം കൊണ്ട് എന്ത് പഠിക്കാനാണ്? അപ്പൊ ചേട്ടൻ വന്നിട്ട് ഇത്ര ദിവസം കൊണ്ട് ചേട്ടന് തോന്നിയ ഒരു 30 ദിവസം കൊണ്ട് അത്യാവശ്യം പഠിക്കാൻ പറ്റും, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ സാറാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ സാറേ, അപ്പൊ കൂടുതലായിട്ട് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് എന്തായാലും പറയാമോ? നമ്മൾ 30 ദിവസത്തെ കോഴ്സാണ് വരുന്നത്. നമ്മൾ A to Z എല്ലാ വർക്കും പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ എഞ്ചിൻ വർക്ക് ഉൾപ്പെടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ കുട്ടികൾ ഇപ്പോൾ ഏകദേശം ഞാൻ 28ഓളം ബാച്ചുകൾ എടുത്തു, ഓൾമോസ്റ്റ് കേരള മൊത്തം. അപ്പോൾ എല്ലാത്തിലും കൂടി ഒരുപാട് പേര് ഇപ്പോൾ എന്താ പറയുക സെറ്റിലായിട്ടുണ്ട്, മാക്സിമം സെറ്റിലായിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരും സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഒരു 50% ആൾക്കാർ ഇപ്പോഴും വേറൊരു ആളുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും അവർ പിൽക്കാലത്ത് വരുമാന മാർഗ്ഗമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള വരുമാനം മാത്രമല്ല, അവരിലൂടെ 1-2 പേർക്ക് കൂടി വരുമാനം ഉണ്ടാവുന്ന രീതിയിലുള്ള സംരംഭം തുടങ്ങാനുള്ള ഒരു ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ. അതായത് ഗവൺമെന്റ് ഒരുപാട് സ്കീമുകളുണ്ട്, ലോൺ സ്കീമുകളുണ്ട്. അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അറിയത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇതിലേക്ക് വരുമ്പോഴാണ് പലരും ഇത് ഇങ്ങനെ സൗജന്യമാണ്, ഇതുപോലത്തെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. ഞാൻ പോലും ഇവിടെ ജോലിക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് ഫ്രീ ആണ്, സൗജന്യമാണെന്ന് അറിയുന്നത്. അതുവരെ അറിയില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ 2 വീലർ മെക്കാനിക് കോഴ്സ് മാത്രമല്ല, ഞാനിപ്പോ ലിസ്റ്റ് നോക്കിയപ്പോ തന്നെ ഏതാണ്ട് 68 എണ്ണം ഞാൻ കണ്ടു. 70 കോഴ്സോളം. ഇതിപ്പോ ഞാനിപ്പോ നിൽക്കുന്ന കോട്ടയത്താണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ കോഴ്സ് ഉണ്ട്? ഇവിടെ ഇപ്പോ കൂടുതലായിട്ടും ഇപ്പൊ 2 വീലർ മെക്കാനിക്, അതുപോലെ സെൽഫോൺ റിപ്പയർ, CCTV, പിന്നെ ഹൗസ് വയറിംഗ്, അലുമിനിയം ഫാബ്രിക്കേഷൻ, ലേഡീസ് ടൈലറിംഗ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ്, ഇതൊക്കെ 30 ദിവസത്തെ കോഴ്സാണ്. പിന്നെ ഫാസ്റ്റ് ഫുഡ്, മസാലപ്പൊടി, അച്ചാറ്, പപ്പടം, മസാലപ്പൊടിയായിട്ട് വേറൊരു കോഴ്സ് ഉണ്ട്. പിന്നെ ഇതുണ്ട് പേസ്ട്രീസ് ആൻഡ് കേക്ക് നിർമ്മാണം, അത് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഏതൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് വന്നാലും പഠിക്കാൻ എല്ലാ കോഴ്സുകളും ഇവിടെ ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ഇവിടെ ഓൺ ബിൽഡിംഗ് അല്ല, ഇവിടെ നമ്മൾ റെന്റലായിട്ടാണ് നിൽക്കുന്നത്. കോട്ടയത്തെ കാര്യമാണ്. പല ജില്ലകളിലും ഓൺ ബിൽഡിംഗ് ആയതുകൊണ്ട് താമസ സൗകര്യം കൂടി കിട്ടുന്നുണ്ട് സൗജന്യമായിട്ട്. ഇവിടെ താമസം സൗജന്യമില്ല, ഫുഡുണ്ട്. കുട്ടികൾ പോയി വരേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കോഴ്സും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. 2 വീലർ മെക്കാനിക് പോലും നമ്മളിപ്പോ ഈ ഇവിടെയുള്ള സൗകര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സാറുമാരുടെ ഒരു അത്രയ്ക്കും ഇവിടെ കോട്ടയത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുത്ത് ചെയ്യുന്നത്. കാരണം വണ്ടി ഇറക്കാൻ പോലും ഇവിടെ ബുദ്ധിമുട്ടാണ്, അവിടെ നമ്മൾ വണ്ടി ഇറക്കി ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ കറന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്ത് ഇപ്പൊ നമുക്ക് അക്കോമഡേഷൻ വന്നിട്ടില്ല, പക്ഷെ എന്നാലും എല്ലാ ജില്ലകളിലും ഉണ്ട് കേട്ടോ ഇവരുടെ ഈ ഒരു സേവനം. അപ്പൊ നമുക്ക് പല ജില്ലകളിലും അപ്പൊ ഓൺ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ പല ജില്ല എന്നുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ജില്ലയിലെ സെപ്പറേറ്റ് നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്നാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പോഴത്തെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അപ്പൊ ഇനി ഉള്ളവർക്ക് വേണമെങ്കിൽ നവംബർ 4 മുതൽ ആലപ്പുഴയിൽ ബാച്ച് തുടങ്ങുന്നുണ്ട്. അവിടെ താമസ സൗകര്യം കൂടി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റുക. ആലപ്പുഴ എന്റെ ആദ്യത്തെ ബാച്ചാണ്. പിന്നെ അത് കഴിഞ്ഞ് ഡിസംബർ പകുതിയോടുകൂടി നമ്മൾ കണ്ണൂർ തുടങ്ങുന്നുണ്ട്. അവിടെ എന്തായാലും താമസ സൗകര്യം ഉണ്ട്, അവിടെയും അവർക്ക് അപ്ലൈ ആവുന്നതാണ്. നിങ്ങളെ അറിയിക്കാൻ ആ സമയത്ത് നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പൊ എന്തായാലും പുതിയ ബാച്ച് തുടങ്ങുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരാളോടും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചോദിക്കാം അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന അടുത്തൊരാളാണ്, മോബിൻ എന്നാണ് പേര്, കാഞ്ഞിരപ്പള്ളിക്കാരനാണ് അല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് ഇതിന് മുന്നേ അറിയാം. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ മുന്നേ ആ മറ്റേ ചേട്ടനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവർക്കും ഡൗട്ട് ഉള്ള കാര്യമാണ്. അതായത് കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു, 2 വർഷം കൊണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഒരു 30 ദിവസം കൊണ്ട് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് പഠിക്കാൻ വരുന്നുള്ള ഡൗട്ടുണ്ട്. അപ്പം ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഏതെങ്കിലും വർഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേണം പഠിക്കുക. അതെ, അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ സാർ നമുക്ക് പറഞ്ഞു തന്ന് അതിൻ്റെ ഇതെല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണെന്നൊക്കെ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാമെന്നും
അപ്പം അതിലൂടെ കൂടുതൽ 30 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ക്ലാസ് ടൈമിംഗ് എങ്ങനെയാണ് വരുന്നത്? ടൈമിങ് ഇവിടെ 9:30 തൊട്ട് 4:30 വരെയാണ്. ഓക്കെ അപ്പോൾ രാവിലെ ഫുഡും ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ. ബാക്കി കഴിഞ്ഞ് പോയി വരുന്നവരും അടുത്തുള്ളവരൊക്കെ ആയിട്ടുള്ള ഇതല്ലേ. പിന്നെ ഇപ്പോൾ 8 ദിവസമായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്? ഈ ഒരു 8 ദിവസം കൊണ്ട് എന്ത് സ്വന്തമായിട്ടുണ്ടായ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ? നമുക്ക് കുറച്ചും കൂടെ ഒരു താല്പര്യവും ഇതിലോട്ടും പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതും കൂടെ എല്ലാം സ്വന്തമായിട്ട് ഒരു വർഷപ്പ് തുടങ്ങി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ആ ഒരു വീഡിയോ ഞാനിപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ. ഇപ്പം അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു മെയിൻ സാധനം നമുക്കുണ്ട്. അതിപ്പോൾ എവിടെ ചോദിച്ചാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ ഫീൽഡിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2 വീലർ മെക്കാനിക് കോഴ്സ് മാത്രമല്ല, ഇവിടെ 70ഓളം കോഴ്സുകളുണ്ട്. ഇപ്പം സ്ത്രീകൾക്കായിക്കോട്ടെ എല്ലാവർക്കും പഠിക്കാൻ വരുന്ന പല റേഞ്ചിൽ. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ബ്യൂട്ടീഷ്യൻ ഉണ്ട്, അതുപോലെ ടൈലറിങ്, ഒത്തിരി അങ്ങനെ പല ഫുഡ് ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ ഒത്തിരി കോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുവാണ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നമുക്ക് മുന്നോട്ടേക്കുള്ള ഒരു വരുമാനം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കോട്ടയത്ത് മാത്രമല്ല 14 ജില്ലകളിലും ഈ എല്ലാ കോഴ്സുകളും ഓൾമോസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത്. ഓരോ ഇൻഡിവിജ്വൽ ജില്ലകളിലെ നമ്പർ ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഇപ്പം നമുക്ക് കോട്ടയത്തെ നമ്പർ എന്തായാലും ആദ്യം കൊടുക്കാമല്ലേ സാറേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ഇവർ ആകെ പറയുന്ന ഒരേ ഒരു ക്രൈറ്റീരിയ ഉള്ളത് നമ്മുടെ പ്രായമാണ്. 18 to 45 വയസ്സിന് ഇടയിലുള്ള സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണല്ലോ, അപ്പോൾ ലാസ്റ്റ് ചെറിയൊരു എക്സാമും കൂടെ വരുന്നതായിരിക്കും. സോ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാനും വായിക്കാനും ഉള്ള അത്രയൊരു വിദ്യാഭ്യാസം കൂടെ മതി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് വരാമെന്ന്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് മുന്നേ പറഞ്ഞ പോലെ പുതിയ ബാച്ചസ് പുതിയ കോഴ്സൊക്കെ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളിലേക്ക് എന്തായാലും ഞാൻ പുതിയ വീഡിയോയിലൂടെ എങ്ങനെയാണെങ്കിലും നിങ്ങളിലേക്ക് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് ഇട്ടിട്ട് വരുന്നവരെ ബൈ.